ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ 2026 തുടങ്ങാൻ ഇനി നമുക്ക് വെറും 2 ദിവസങ്ങൾ കൂടിയിട്ടേ ഉള്ളൂ. ഈ ഒരു ദിവസം വീട്ടിലെ മുതിർന്ന സ്ത്രീകൾ അതിരാവിലെ, അങ്ങനെയല്ലെങ്കിൽ സന്ധ്യയ്ക്ക് 6 മണിക്കും 8 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് വിളക്കിന് സമർപ്പിക്കേണ്ടുന്ന ഒരു വസ്തുവിനെക്കുറിച്ചും ആ വസ്തു നമുക്ക് വിളക്കിന് സമർപ്പിച്ചാൽ ഒരു വർഷം വരുന്ന കോടീശ്വര യോഗത്തെക്കുറിച്ചും അറിയാതെ പോലും ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റിനെക്കുറിച്ചുമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപായിട്ട് വൈകുണ്ഠ ഏകാദശിയാണ് വരുന്നത്. എല്ലാവരും ഏകാദശി വ്രതം കഴിയുന്നതും നല്ലവണ്ണം എടുക്കാൻ ശ്രമിക്കണം. എങ്ങനെയാണ് ഏകാദശി എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ പോയി കാണണം. ലിങ്ക് വേണം എന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതിയാകും. അതുപോലെ തന്നെ ജനുവരി 1-ാം തീയതി ആ ഒരു വർഷം മുഴുവൻ, അതായത് 2026 മുഴുവൻ നമുക്ക് ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന വളരെ ഈസി ആയിട്ടുള്ള എന്നാൽ ഫലപ്രദമായിട്ടുള്ള ഒരു ലക്ഷ്മി പൂജയുടെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതും കാണാത്തവർ പോയി കാണണം. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ആദ്യം തന്നെ അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2026 ജനുവരി 1-ാം തീയതി ബ്രഹ്മമുഹൂർത്തം തുടങ്ങുന്ന ആ ഒരു 3:30 മുതൽ രാവിലെ ഒരു 9 മണിക്കുള്ളിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്താൽ മതിയാവും. എന്താണ് ചെയ്യേണ്ടത്? ഏതൊരു സമയത്താണോ എഴുന്നേൽക്കുന്നത്, കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുക. അന്നത്തെ ദിവസം നിലവിളക്കിൽ നെയ്യൊഴിച്ച് 5 തിരിയിട്ട് ഭദ്രദീപം തെളിയിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. അങ്ങനെ തെളിയിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് 6 ഏലക്ക കയ്യിലെടുക്കുക എന്നുള്ളതാണ്. 6 ഏലക്കായും ഒപ്പം തന്നെ ഒരു പീസ് മഞ്ഞൾ കഷ്ണവും. എന്തുകൊണ്ടിവിടെ ഏലക്കായും മഞ്ഞളും എടുത്തു? ഏലക്ക മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ട സുഗന്ധമുള്ള വസ്തുവാണ്. മഞ്ഞൾ മഹാവിഷ്ണുവിന് പ്രിയപ്പെട്ട വസ്തുവാണ്. ജനുവരി 1 വ്യാഴാഴ്ചയാണ്, ഗുരുവിൻ്റെ ദിവസം. അതുകൊണ്ടാണ് നമ്മളിവിടെ മഞ്ഞൾ എടുത്തത്. മഞ്ഞൾ എന്ന് പറയുമ്പോൾ ഉണക്ക മഞ്ഞൾ തന്നെ വേണം, അത് തന്നെ എടുക്കണം. എന്നിട്ട് ഇവിടെ 6 ഏലക്ക എടുത്തിരിക്കുന്നത്. ശുക്രഭഗവാന്റെ നമ്പറാണ് 6 എന്ന് പറയുന്നത്. അതും നിങ്ങൾ പുതിയ ഏലക്ക വാങ്ങിച്ച് അതെടുക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. നമ്മൾ ചെയ്യേണ്ടത് 6 ഏലക്ക നമ്മുടെ വലത്തെ കയ്യിൽ പിടിച്ചിട്ട് ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ ഈ ഒരു മന്ത്രം 108 പ്രാവശ്യം ചൊല്ലി ആ ഏലക്ക നമ്മൾ വിളക്കിന് സമർപ്പിക്കുക. ചെയ്യേണ്ടുന്ന കാര്യം, ഒരു ചെറിയ യെല്ലോ കളറിലെയോ അല്ലെങ്കിൽ റെഡ് കളറിലെയോ ക്ലോത്ത് എടുത്തിട്ട് വളരെ കുഞ്ഞു പീസ് മതിയാകും. അത് ഒരു സ്ക്വയറായിട്ട് മുറിച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ വിളക്കിനടുത്തായിട്ട് വെക്കണം. എന്നിട്ട് വേണം ഈ ഏലക്ക 6 കയ്യിൽ പിടിച്ച് ഈ ഒരു മന്ത്രം ചൊല്ലി വിളക്കിലോട്ട് നമ്മൾ അത് വെക്കാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ ആ ഒരു മഞ്ഞൾ കഷ്ണം കയ്യിലെടുത്ത് നാരായണായ എന്നുള്ള മന്ത്രം 27 പ്രാവശ്യം ചൊല്ലി അതും നമ്മൾ ആ ഏലക്കായോടൊപ്പം വെച്ച് ഒരു കിഴിയായിട്ട് കെട്ടി അത് നമ്മുടെ 2 കയ്യിലും പിടിച്ചിട്ട് ഈ ഒരു വർഷം മുഴുവൻ നല്ല രീതിയിലുള്ള ധനസമൃദ്ധി തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് അപ്പോൾ തന്നെ അത് നമ്മൾ പൈസ വെക്കുന്നത് എവിടെയാണോ ആ ഭാഗത്തായിട്ട് കൊണ്ടുവെക്കുക. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും, അതായത് സാധാരണ ഒരു റൊട്ടീൻ ഉണ്ടാവുമല്ലോ, ഇന്ന മന്ത്രങ്ങൾ ചൊല്ലുക എന്നുള്ളത്. അപ്പോൾ ആ മന്ത്രങ്ങളൊക്കെ ചൊല്ലിയതിന് ശേഷം അവസാനം നിങ്ങളിത് ചെയ്താൽ മതിയാവും. അപ്പം അങ്ങനെയുള്ളപ്പം നമ്മൾക്ക് അപ്പോൾ തന്നെ ആ കിഴിയുമായിട്ട് എടുത്തുകൊണ്ടുപോയി നമ്മുടെ വീട്ടിൽ സേഫിൽ വെക്കാം. രാവിലെ 6 to 7 വരുന്ന ഗുരുഹോര സമയത്ത് ഇത് ചെയ്യാൻ പറ്റിയാൽ അത് വളരെ വളരെ ഉത്തമമാണ്. അതേപോലെ തന്നെ ആ 1-ാം തീയതി ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന സൂര്യയന്ത്ര വഴിപാടിനെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ അതും കണ്ട് അതും ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി 1-ാം തീയതി ഒരു വർഷത്തെ ഐശ്വര്യം അത് നമ്മുടെ വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ വാങ്ങിക്കൊണ്ട് വരുന്ന വസ്തുക്കൾ സുഗന്ധമുള്ള ഏലക്ക, ഗ്രാമ്പു, പച്ചക്കർപ്പൂരം, ഉണക്കമഞ്ഞൾ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി. അന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് കടല, നമ്മൾ കറി വെക്കുന്ന കടലയുണ്ടല്ലോ, ആ കടല, അതേപോലെ തുളസിയില,
വെള്ളി നാണയം അത് മേടിക്കാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും വെള്ളി നാണയം വാങ്ങിക്കാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. അതേപോലെ തന്നെ മണമുള്ള മുല്ലപ്പൂക്കൾ, ഒപ്പം തന്നെ പച്ചരി, കല്ലുപ്പ്, പാല്, അതേപോലെ മധുരം, എന്തെങ്കിലും ഒരു മധുരമുള്ള വസ്തുവും കൂടിയിട്ട് വാങ്ങിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ എല്ലാ വസ്തുക്കളും വാങ്ങിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാം വാങ്ങിയാൽ വളരെ നല്ലത്. ഇല്ലെങ്കിൽ എന്താണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് അത് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അബദ്ധത്തിൽ പോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം, എത്ര എമർജൻസിയാണെന്ന് പറഞ്ഞാലും കഴിവതും ജനുവരി 1-ാം തീയതി ആരിൽ നിന്നും കടം വാങ്ങാതെ ഇരിക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡായിട്ട് വന്നാൽ മറ്റു നിവൃത്തികളൊന്നുമില്ല. പക്ഷേ കുറച്ച് പൈസ നിങ്ങൾ എപ്പോഴും ഈ ഒരു ജനുവരി 1-ാം തീയതിക്ക് മുൻപായിട്ട് കയ്യിൽ കരുതാൻ ശ്രമിക്കണം. അത് വളരെ നല്ലതായിരിക്കും. അതേപോലെ മെഡിക്കൽ ഷോപ്പിൽ, ഹോസ്പിറ്റലിലോട്ടുള്ള പോക്കുകൾ, ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് ഗുളികകൾ, പനി, ഇപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് പനി, ചുമ, ജലദോഷം, ശ്വാസം മുട്ടൽ, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ പ്രഷർ, ഷുഗർ, ഇതൊക്കെയുള്ളവർ ഡെയിലി മേടിക്കുന്ന ഗുളികകളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ നേരത്തെ വാങ്ങിച്ചു വെക്കുക. പിന്നെ പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ കേസൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല, വളരെ പെട്ടെന്ന് ഇത് വരാം. എന്നാൽ പോലും മാക്സിമം നമ്മളത് ശ്രദ്ധിക്കണം. അതേപോലെ ആർക്കും നമ്മൾ കടം കൊടുക്കുകയും ചെയ്യരുത്. കാരണം ചിലപ്പം ചില മനുഷ്യരൊക്കെ നിവർത്തികേട് കൊണ്ട് വന്ന് ചോദിച്ചേക്കും. ബട്ട് കഴിവതും നമ്മൾ അതിൽ നിന്ന് ഒഴിയാനായിട്ട് ശ്രമിക്കണം. പിന്നെ അന്നദാനം ചെയ്യുമ്പം നമ്മൾ ചിലപ്പോൾ പൈസയായിട്ടായിരിക്കും ചിലപ്പോൾ കൊടുക്കുന്നത്. അത് ഇതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാനിത് പറയാൻ കാരണം കുറച്ച് പേര് ആ ഒരു സംശയം ചോദിച്ചായിരുന്നു, അതുകൊണ്ടാണ്. അന്നദാനം നമുക്കിവിടെ അതൊരു ദാനം ചെയ്യുന്നതാണ് നമ്മൾ. അതേപോലെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അന്നത്തെ ദിവസം ആരുമായും വഴക്കിന് പോവാതെ ഇരിക്കുക. അതിപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുണ്ടാവും, അവരെ പോലും ആ ദിവസം നമ്മൾ ഒരു വഴക്ക് പറയാതിരിക്കുക, അവരെ ഒരു ചീത്ത പറയാതിരിക്കുക. ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ തമ്മിൽ എപ്പോഴും വഴക്കൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ആ 1-ാം തീയതി ദിവസം നിങ്ങൾ കഴിവതും എന്താ പറയുന്നത്, അതൊന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ പോലും അതിൽ നിന്ന് വിട്ടു നിൽക്കണം. ഇഷ്ടമില്ലാത്ത ആളുകളുമായിട്ട് അന്നത്തെ ദിവസം സഹകരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ 1-ാം തീയതി എന്ന് പറയുന്ന ആ ഒരു വർഷത്തെ ഐശ്വര്യമാണ്. അപ്പം ചിലപ്പോൾ നമുക്ക് ചില വ്യക്തികളെ പിടിക്കില്ല. അത് അവരിൽ നിന്നും നമുക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാവാത്തത് കൊണ്ട്, ഒരു പോസിറ്റീവ് ഓറ അവരിലുള്ള ഉണ്ടാവാത്തത് കൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, അങ്ങനെയുള്ളവരുമായിട്ടുള്ള ആ ഒരു ദിവസത്തെ ഇടപഴകുന്നത് നമ്മൾ നിർത്തണം. അന്നത്തെ ദിവസം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് ഉത്സാഹത്തോടു കൂടെ ഇരിക്കാനായിട്ട് ശ്രമിക്കണം. അതേപോലെ തന്നെ ധൃതി പിടിച്ച് അന്നത്തെ ദിവസം കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പാവയ്ക്ക, കയ്പുള്ള പാവയ്ക്ക അന്നത്തെ ദിവസം പാകം ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. മറ്റെന്തെങ്കിലും നമുക്ക് ഫുഡ് നിങ്ങൾക്ക് ഉണ്ടാക്കിക്കോളൂ, പാവയ്ക്ക ഒഴിവാക്കുക. അതേപോലെ നോൺ വെജ് അന്നത്തെ ദിവസം, ഇപ്പോൾ നോൺ വെജ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 31-ാം തീയതി വാങ്ങിച്ചോളൂ. 1-ാം തീയതി നോൺ വെജ് വാങ്ങിച്ച് കൊണ്ടുവരാതിരിക്കുക. അതേപോലെ ക്ഷേത്ര ദർശനം, ഒന്നെങ്കിൽ നമ്മുടെ ദേശദേവത, നമ്മുടെ ദേശത്തേക്കാകുന്ന ദേവതയുടെ ക്ഷേത്രം, ഇനി കുടുംബക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർ അങ്ങനെ എന്തായാലും ഏതെങ്കിലും ഒരു ക്ഷേത്ര ദർശനം അന്നത്തെ ദിവസം നടത്താനും എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി ഞാനൊരു കിഴി കെട്ടി വെക്കുന്ന കാര്യം പറഞ്ഞു ആദ്യം തന്നെ. ആ കിഴി ഈ വർഷം മുഴുവൻ നിങ്ങളുടെ വീട്ടിലെ ഡ്രോയറിൽ ഇരുന്ന് കൊള്ളട്ടെ. അതിനു മുൻപായി നമ്മൾ ധനവരവിനും ആഗ്രഹങ്ങൾ സാധിക്കാനും ഒക്കെ വേണ്ടിയിട്ട് കിഴികൾ കെട്ടി വെക്കാറുണ്ട്. പേപ്പറിൽ ചില മന്ത്രങ്ങളൊക്കെ എഴുതി വെക്കാറുണ്ട്. അവയ്ക്കൊക്കെ ഞാൻ എപ്പോഴും ഒരു കാലാവധിയും പറയാറുണ്ട്. സോ അങ്ങനെ ആവശ്യമില്ലാത്ത എന്തെങ്കിലും വസ്തുക്കൾ നമ്മുടെ പൈസ വെക്കുന്ന ഡ്രോയറിലുണ്ടെങ്കിൽ അതൊക്കെ ജനുവരി 1-ന് മുൻപായിട്ട് തന്നെ ക്ലീൻ ആക്കണം. ക്ലീൻ ആക്കിയതിന് ശേഷം ഒരു സ്വസ്തിക് മഞ്ഞൾപ്പൊടിയിൽ പച്ചക്കർപ്പൂരം, ജവ്വാദ് ഇത് രണ്ടും കൂടിയിട്ട് പൊടിച്ച് ചേർത്ത് റോസ് വാട്ടറോ അല്ലെങ്കിൽ ശുദ്ധമായ ജലം കൊണ്ടോ മിക്സ് ചെയ്ത് നമ്മളൊരു സ്വസ്തിക് വരച്ച്, കണ്ണാടി ഉണ്ടെങ്കിൽ കണ്ണാടിയും കൂടി പ്ലേസ് ചെയ്ത് അതിന് പുറത്തായിട്ട് പൈസ വെക്കണം. ഇനിയിപ്പോൾ ചില നമ്മൾ താന്ത്രികങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന കിഴികളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ കാലാവധി ഇനിയും ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ. അല്ലാത്ത പക്ഷം
എല്ലാം നീക്കം ചെയ്ത് ക്ലീൻ ആക്കിയതിന് ശേഷം വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ കിഴി അവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുക. നല്ല രീതിയിലുള്ള ധനവരവും പോസിറ്റീവ് വൈബ്രേഷനും നമ്മുടെ വീട്ടിലോട്ട് വരും. ഒപ്പം തന്നെ 1-ാം തീയതി ആയതുകൊണ്ട് അന്നത്തെ ദിവസം പടിപൂജ ചെയ്യാൻ മറക്കരുത്. കുലദേവതയ്ക്കുള്ള ചെമ്പ് അന്നത്തെ ദിവസം വെച്ച് പൂജിക്കാൻ മറക്കരുത്. കുലദേവതയ്ക്കുള്ള നിവേദ്യവും കൊടുക്കാൻ മറക്കരുത്. വീടിന് ഫ്രണ്ടിൽ മാവില തോരണമോ അല്ലെങ്കിൽ മാവിലയുടെ ഒരു കൊത്തെങ്കിലും വെക്കാനും മറക്കരുത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. തീർച്ചയായും നിങ്ങളിതൊക്കെ ഫോളോ ചെയ്താൽ നിങ്ങളുടെ ഈ ഒരു വർഷം ഏറ്റവും നല്ല രീതിയിൽ സമ്പൽ സമൃദ്ധിയോടുകൂടി മുന്നോട്ട് പോകും. മനുഷ്യ ജീവിതത്തിൽ കയറ്റ ഇറക്കങ്ങൾ സാധാരണമാണ്. സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ട് വന്നാലും തീർച്ചയായും നിങ്ങൾക്കൊരിക്കലും മറ്റുള്ള ഒരാളുടെ മുൻപിൽ ഒരു രൂപയ്ക്ക് വേണ്ടി പോലും കൈ നീട്ടേണ്ടുന്ന ഒരവസ്ഥ ഈ വർഷം ഉണ്ടാവില്ല. സോ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.